എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ആഘോഷങ്ങൾക്കിടയിൽ വൈദ്യുതാഘാത കെണികൾ. ഇതിന് ത്രെഡായിട്ട് ലഭിച്ചത് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു അപകടം. ഇപ്പോൾ നമ്മൾ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ദേശീയ പതാക എല്ലാ വീടുകളുടെയും മുൻപിൽ നാട്ടി അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ 11 kV സപ്ലൈയിൽ നിന്നും ഷോക്കടിച്ച് മരിക്കുന്നതായിട്ട് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ ടോപ്പിക്ക് സംസാരിക്കണമെന്ന് തോന്നിയത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. വൈദ്യുതി ഇല്ലാതെ എന്താഘോഷമല്ലേ? ബർത്ത്ഡേ ആയാലും കല്യാണമായാലും ഉത്സവമായാലും പള്ളിയിലെ പെരുന്നാളായാലും ഏത് ആഘോഷമായാലും അവിടെയെല്ലാം വൈദ്യുതി മസ്റ്റാണ്. വൈദ്യുതി ഇല്ലാതെ ഒരാഘോഷമില്ല അല്ലേ? പക്ഷെ അതിനിടയിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. വൈദ്യുതി സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം നമ്മൾ അറിയാതെ തന്നെ വൈദ്യുതി നമ്മുടെ ജീവൻ എടുത്തുകൊണ്ട് പോകും. ഇടത്ത് സൈഡില് ഞാനൊരു വീഡിയോയിൽ നിന്ന് എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. അതില് ഒരു ചെറുപ്പക്കാരൻ ഷോക്കടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതില് ദേശീയ പതാക ഉയർത്താനായിട്ട് ഇദ്ദേഹം ഉപയോഗിച്ചതൊരു മെറ്റൽ കമ്പിയാണ്. ഇതിന് സമീപത്ത് 11 kV ലൈനിന് സമീപത്താണ് ഇത് നാട്ടിയത്. അങ്ങനെ ലൈനിൽ തട്ടി ഷോക്കടിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത് ടച്ച് ചെയ്തിരിക്കുകയും ശരീരത്തിലൂടെ കടന്നുപോയി ശരീരത്തിൽ നിന്നും പുക വീഴുന്നത് നമുക്ക് കാണാം. അത്ര ദയനീയമായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്നോ അതിന്റെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങളൊക്കെ മാത്രം ഒന്ന് കാണിക്കുക. കാരണം അത്രയും ദയനീയമായ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് മോശമാണ്. ആ വീഡിയോ കാണുന്നതിൽ ഇനിയും ആർക്കെങ്കിലും വിഷമം തോന്നുമെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മളൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ കാണിക്കുന്നത്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലെ ആ ദയനീയമായ രംഗം നിങ്ങൾ കണ്ടു. അപ്പൊ ഇത് എപ്പോഴും നമ്മുടെ സഹോദരങ്ങളുടെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകളുടെ സമീപം ഒരു കാരണവശാലും തോരണങ്ങള്, കൊടികള്, ബാനറുകള് മുതലായവ സ്ഥാപിക്കരുത്. നിയമപരമായിട്ട് RCCB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അറിയിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ അപകടകരമാണ്. പ്രത്യേകിച്ചും ഈ വീണ് കിടക്കുന്ന ചെറുപ്പക്കാരൻ 11 kV നിന്നും ഷോക്കടിച്ചതുകൊണ്ടും കൂടെയാണ് അത്രയും ഒരു കരിവാളിച്ച തരത്തിലെ പുകയും എല്ലാം കൂടെ വരുന്നത്. അപ്പോ ഒരു കാരണവശാൽ ഈ ഒരു സംഗതി നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ സമൂഹത്തിന് നമുക്കറിയാവുന്നവർക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുക. തോരണം, കൊടികൾ, ബാനറുകൾ മുതലായവ ഈ ലൈനുകളുടെ സമീപം ഒരു കാരണവശാലും സ്ഥാപിക്കരുത്. പിന്നെ ആഘോഷങ്ങൾക്ക് ജനറേറ്റർ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ അതിന് നിയമപരമായിട്ടത് അതിന്റെ അനുവാദം വാങ്ങിക്കണം. പിന്നെ അത് എർത്ത് ചെയ്യണം. അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം. ഈ ആഘോഷങ്ങൾക്ക് മിക്കവാറും ജനറേറ്റർ ഉപയോഗിക്കുന്നത് ഒരു മൊബൈൽ ജനറേറ്റർ ആയിരിക്കും. ഒരു വണ്ടിയിൽ വെച്ചായിരിക്കും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്.
അതല്ലാതെ പള്ളിയിലോ അമ്പലത്തിലോ നമ്മൾ ജനറേറ്റർ ചിലപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യാറുമുണ്ട്. ഏത് തരത്തിലായാലും അതിന്റെ നിയമപരമായ തരത്തിൽ അത് സ്ഥാപിക്കുകയും അതിന്റെ അനുവാദം വാങ്ങിക്കുകയും ചെയ്യണം. ഞാനൊക്കെ സർവീസിൽ കയറിയ ഒരു സമയത്ത് ഞാൻ നേരിട്ട് എനിക്ക് അനുഭവമില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരു കല്യാണത്തോടനുബന്ധിച്ച് ഒരു പോർട്ടബിൾ ജനറേറ്ററിൽ നിന്നും ആ കല്യാണത്തിന്റെ വരൻ കുനിഞ്ഞ സമയത്ത് മാലയിലൂടെ ഷോക്കടിച്ചു മരിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതേപോലെ ദയനീയമായ സംഭവങ്ങൾ ഞാൻ സർവീസിൽ കയറിയെന്ന് പറഞ്ഞാൽ 92-ലാണ്, 1992. അപ്പൊ ഇത് സംഭവിച്ചത് ഒരു 93-ലോ വലുതുമായിരിക്കും, എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മയില്ല, പെട്ടെന്ന് ഓർത്തു ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ സ്ഥാപിക്കുന്ന ജനറേറ്ററുകൾ നമ്മൾ കൃത്യമായ തരത്തിൽ നമ്മൾ നിയമത്തെ അനുസരിച്ച് വേണം ചെയ്യുവാനായിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടു, ഒരു 15 വയസ്സുള്ള ഒരു പയ്യൻ ജനറേറ്ററിന്റെ സപ്ലൈയിൽ നിന്ന് ഷോക്കടിച്ച് മരിച്ചത്. ഈ ജനറേറ്റർ നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ വണ്ടിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ നിയമപരമായ പല കാര്യങ്ങളും അതിനകത്ത് സംസാരിക്കാറുണ്ട്. ഞാൻ ഒക്കെങ്കിൽ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇറക്കാം. ഇതില് ഈ വീഡിയോയിൽ ഞാനൊരു അപകടത്തിന്റെ ഒരു കട്ടിങ് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അലങ്കാര വിളക്കുകൾ മിക്കവാറും ഒരു പാലുകാച്ചായാലും അല്ലെങ്കിൽ പള്ളിയിലെ ഉത്സവം, പെരുന്നാളായാലും ഉത്സവമായാലും ഏത് കാര്യത്തിലും നമ്മൾ ലൈറ്റിന്റെ ഇല്യൂമിനേഷൻ അല്ലെങ്കിൽ അലങ്കാര വിളക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ അതിന് ഇത് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ വയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പലപ്പോഴും ഇതിന്റെ ഈ കൈകാര്യം അല്ലെങ്കിൽ കോൺട്രാക്ട് എടുത്തിരിക്കുന്നവര് പലപ്പോഴും അതിലൊരു മുട്ടുസൂചി കുത്തിയാണ് തമ്മി കണക്ട് ചെയ്യുന്നത്. വളരെ അപകടകരമാണത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. കാരണം അപകടം പറ്റുന്ന അവർക്കായിരിക്കത്തില്ല. ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ അവനത് കയറി തൊട്ടെന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു തരത്തില് ഈ അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ച് ഇത് ചെയ്യരുത്. പിന്നെ ആ സർക്യൂട്ടിലെല്ലാം നമ്മൾ ELCB സ്ഥാപിക്കുകയും വേണം, RCCB അല്ലെങ്കിൽ ELCB സ്ഥാപിക്കുകയും വേണം. ഇനി ഉത്സവത്തിനൊക്കെ നമ്മൾ ഈ എടുപ്പ് കുതിര അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള പിരമിഡുകൾ പോലുള്ള പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ ഇതുപോലെ അപകടം നടക്കുകയും ചെയ്തു. ഇങ്ങനെ ഉയർന്ന ഒരു പിരമിഡ് പോലൊരു ഐറ്റം അതിൽ ഉപയോഗിച്ചതുകൊണ്ട് HT ലൈനിൽ തട്ടി 11 പേര് മരിച്ചു. ഞാൻ അതിന്റെയും പത്രക്കട്ടിങ് ഞാൻ ഇട്ടിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അപകടം നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉത്സവം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ KSCB അറിയിച്ച് ആ 11 kV അല്ലെങ്കിൽ ബന്ധപ്പെട്ട ലൈനുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഉത്സവത്തിന്റെ ആഘോഷങ്ങൾ നമ്മൾ നടത്താവൂ. അതിന് ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, അമ്പലത്തിന്റെ കമ്മിറ്റി അംഗങ്ങളും അവരെയൊക്കെ ശ്രദ്ധിക്കണം. ഇതില് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം തിരക്കി നമ്മൾ പോകുമ്പോൾ അവസാനം ഈ അമ്പലത്തിലെ കമ്മിറ്റിക്കാരായിരിക്കും അതിന് ഉത്തരവാദികളായിട്ട് വരുന്നത്. അവര് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കുട്ടികള് ഈ ആഘോഷങ്ങൾക്കിടയിൽ ഇപ്പൊ ക്രിസ്മസ് അല്ലെങ്കിൽ ഓണമോ നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കുട്ടികളൊക്കെ വളരെ അലക്ഷ്യമായിട്ട് വൈദ്യുതി എടുത്ത് കൈകാര്യം ചെയ്യും. ഒരു കുട്ടി ക്രിസ്മസിന് പിന്നെ സ്റ്റാർ കത്തിച്ചപ്പോൾ അവർ ബൾബ് മാറ്റി അതിന്റെ എങ്ങനെയോ ചെയ്തപ്പോൾ ഷോക്ക് അടിച്ച് മരിച്ച ഒരു കേസുണ്ട്. ഞാൻ അതിന്റെ പത്രക്കട്ടിങ് കാണിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പിന്നെ ഈ നേരത്തെയും പറഞ്ഞാണ് ഇതിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന താൽക്കാലിക വയറിങ്, അതായത് എന്താഘോഷം നടന്നാലും അതിന് ബന്ധപ്പെട്ട വയറിങ്, അതിന് ജനറേറ്റർ, ഇതിനെല്ലാം നമ്മൾ നിയമപരമായ അനുവാദങ്ങൾ വാങ്ങിച്ചിട്ടേ ചെയ്യാവൂ. കാരണം നമ്മളതിന്റെ പെർമിഷന് വേണ്ടിയിട്ട് പിന്നെ അപേക്ഷ കൊടുക്കുമ്പോൾ ആ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ എക്സ്പേർട്ട് ആൾക്കാരായിരിക്കും നമ്മുടെ ഈ പരിശോധന നടത്തുവാൻ വരുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നോ അല്ലെങ്കിൽ KSCB നിന്നോ വരുന്നവര് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവര് നമുക്ക് പറഞ്ഞു തരും, അത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സാധാരണ ആഘോഷങ്ങൾക്കിടയിൽ നടക്കാൻ സാധ്യതയുള്ള കുറച്ച് കാരണങ്ങൾ. അപ്പൊ വേറെ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് പോയിന്റ്സ് കിട്ടും. ജസ്റ്റ് എന്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത് 2018 ഫെബ്രുവരിയിൽ നടന്നൊരു അപകടമാണ്. അപ്പോൾ ജനറേറ്റർ ഒരു അമ്പലത്തിലെ ഉത്സവമായിട്ട് കല്യാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്പലത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിയിൽ പോകുന്ന ജനറേറ്റർ അത് ഉപയോഗിച്ച് പോകുമ്പോഴാണ് ഈ അപകടം നടന്നത്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് നമുക്ക് പുറകാലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ജനറേറ്റർ മൊബൈലിൽ കൊണ്ട് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തൽക്കാലം ഇത്രയും നോക്കുക. അത് പ്രോപ്പർ എർത്തിങ് ആയിരിക്കണം. പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷൻ, ഈ ELCB ആയാലും അതിന്റെ ഫ്യൂസ്, MCB ഇങ്ങനെയുള്ള സംഗതികളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഇത് സ്ഥാപിക്കുന്നത് എപ്പോഴും നമ്മൾ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട ലൈസൻസ് ഉള്ളവരെയും കൊണ്ട് നമ്മൾ ചെയ്യിക്കുക. അല്ലാതെ ഇതുമായിട്ട് ഒരു ഐഡിയയും ഇല്ലാത്തവര് ജനറേറ്റർ സ്ഥാപിച്ച് നമുക്ക് ഉത്സവത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും പിന്നെ അപകടത്തിന് സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് ഒരു കുട്ടി ഒരു സ്റ്റാറിന്റെ ബൾബ് മാറ്റുന്ന സമയത്ത് ഈ കുട്ടിക്ക് അപകടം പറ്റുന്നത്. ശരിക്കും ആ വീട്ടിലൊരു ELCB ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെട്ടേനെ. ഞാൻ ആ വലത് സൈഡിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതില് ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു ബോധമുണ്ടായിരുന്നോ, എനിക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ബോധം ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം കുട്ടികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം, വൈദ്യുതി സുരക്ഷ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നമ്മൾ നൽകിയിരിക്കണം. ഇത് ലെഫ്റ്റ് സൈഡില് ഈ ഇലുമിനേഷൻ കൊടുത്ത സമയത്ത് നടന്ന ഒരു അപകടമാണ്. ഒരാൾ മരിച്ചത് 2016 നടന്ന ഒരു അപകടം. വലത് സൈഡിൽ ഇതുപോലെ തോരണം കിട്ടുന്നതിനിടയ്ക്ക് അപകടം നടന്ന ഒരു കേസ് 2016 തന്നെ നടന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപകടങ്ങളൊന്നും അപൂർവമല്ല, സ്ഥിരം നടക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയായാലും, അല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളായാലും, അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഈ സ്വാതന്ത്ര്യദിന പരിപാടിയായാലും, അല്ലെങ്കിൽ മറ്റെന്ത് ആഘോഷമായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള വൈദ്യുതി ലൈനുമായിട്ട് ബന്ധപ്പെട്ട തരത്തിൽ നമ്മൾ ഒരു അപകടവും വിളിച്ചു വരുത്തരുത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടില് ഒരു അപകടം നടന്നത്. ഇത് ഈ വർഷം തന്നെ മാർച്ച് 15 ഈ അപകടം നടന്നിട്ടുള്ളത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് 11 പേര് മരിച്ചു. മുകളിലൂടെ പോകുന്ന ലൈനിലെ EST ലൈനിൽ തട്ടി അത് പിടിച്ചവരോ അല്ലെങ്കിൽ അടുത്ത് നിന്നവരോ അങ്ങനെ ഒരു 11 പേര് ഇതിൻ്റെ അകത്ത് മരിച്ചു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് പഴയൊരു വാർത്തയാണ്, 2012 നടന്ന ഒരു വാർത്തയാണ്. നമ്മളിപ്പോ സംസാരിച്ച പോയിന്റുമായിട്ട് അല്പം ബന്ധമുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിരമിഡ് പോലുള്ള ഒരു സംഗതി വെച്ച് പിന്നെ ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് ഇത് അപകടം ഉണ്ടായത്. സന്താനക്കൂട് എന്ന് പറയുന്ന ഒരു ഉത്സവമാണ് അവിടെ നടന്നത്. അപ്പൊ അവിടെ ഷോക്ക് അടിച്ചിട്ട് 2 പേര് മരിച്ചു. പക്ഷെ ഇതിന് ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡുകാർ പറയുന്നത് ഇത് മുകളിലൂടെ പോകുന്ന HT ലൈനിൽ നിന്നല്ല. കാരണം അങ്ങനെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം അത് ട്രിപ്പായാണ്. അവിടെ ട്രിപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെയല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്ററിൽ നിന്നാണ് ഷോക്ക് അടിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. എനിവേ ഈ 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ജനറേറ്ററിൽ നിന്നും വേണമെങ്കിൽ ഷോക്ക് അടിക്കാം, അല്ലെങ്കിൽ മുകളിൽ കൂടെ പോകുന്ന ലൈൻ, ആ ലൈൻ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഓഫ് ചെയ്യിക്കണം. അവരെ കൊണ്ട് നമ്മൾ ഓഫ് ചെയ്യിക്കണം. ഇതും പഴയ ഒരു വാർത്തയാണ്. 2014 നടന്ന മൂലമറ്റം നടന്ന ഒരു അപകടമാണ്. ഞാനിത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഈ പത്രത്തില് നല്ല കുറച്ച് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കുവാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കുക. ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ എല്ലാം പറയുന്നില്ല. വൈദ്യുതി ലൈനിന്റെ സമീപത്ത് ഹോർഡിങ്ങുകൾ, ഫ്ലക്സ് ബോർഡുകൾ എന്നിവ അകലം പാലിച്ച് മാത്രം സ്ഥാപിക്കുക. പിന്നെ ഈ വൈദ്യുതി പോസ്റ്റുകളിലും ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നിടത്തും കൊടി തോരണങ്ങൾ, ബാനറുകൾ എന്നിവ സ്ഥാപിക്കരുത്. വൈദ്യുതി പോസ്റ്റിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ലൈൻ വൈദ്യുതി ലൈനുമായി സുരക്ഷ നിർദ്ദേശിച്ചിരിക്കുന്ന അകലം പാലിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. കുറച്ച് നമ്മുടെ ഈ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ ഓർക്കുക, സ്വാതന്ത്ര്യദിന ആഘോഷമായാലും, അല്ലെങ്കിൽ ഓണമായാലും, അല്ലെങ്കിൽ ക്രിസ്മസ് ആയാലും, അല്ലെങ്കിൽ പള്ളിയിലെ ഉത്സവമായാലും, അമ്പലത്തിലെ പെരുന്നാളായാലും, ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആഘോഷങ്ങൾ തീരുന്നില്ല. നമുക്ക് പിന്നീടും ജീവനോട് തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വൈദ്യുതി കൈകാര്യം ചെയ്യുക. ഇനി വൈദ്യുതി കൈകാര്യം ചെയ്ത് ഒരു അപകടത്തിൽ ഒരാൾ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് വൈദ്യുതി ബന്ധം ആദ്യം കട്ട് ചെയ്യുക, എന്നിട്ട് മാത്രമേ അദ്ദേഹത്തിനെ തുടരാവൂ. ഞാൻ ഈ വീഡിയോയിൽ ഇതുണ്ടായിരുന്നു, അവരെ അടുത്തോട്ട് ആരും പോകാതെ, ഞാൻ കാണിച്ച വീഡിയോയിൽ അടുത്തോട്ട് ആരും പോകാതെ അവര് പിന്മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഒരു ശ്രദ്ധ നമ്മൾ ഇതിനകത്ത്
കൊടുത്തിരിക്കണം. അപകടത്തിൽ പെട്ടിരിക്കുന്ന ഒരാളിനെ പെട്ടെന്ന് എടുത്തിയാടി ചെന്ന് തുടരുത്. പിന്നെ വൈദ്യുതി ബന്ധത്തിൽ നിന്നും ചെയ്യിച്ചിട്ട് പ്രാഥമിക ശുശ്രൂഷ നൽകുക, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഈ ചെറിയൊരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം വൈദ്യുതി സുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു തമാശ കാര്യമൊന്നുമല്ല. പക്ഷെ അപകടം വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴൊരു അപകടം, ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു അപകടം നടന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തതാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയതും. അപ്പോൾ നിങ്ങളിത് കൂടുതൽ ആൾക്കാരിലേക്ക്, നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാർ ഇതുവഴി രക്ഷപ്പെടട്ടെ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ക്ഷമയോടെ ഈ വീഡിയോ വീക്ഷിച്ചതിന് നന്ദി പറയുന്നു.